സാധ്യതകളും എല്ലാം നൽകിക്കൊണ്ടാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് FIUGP രൂപീകരിച്ചിട്ടുള്ളത്. ഈ പ്രോഗ്രാമിൻ്റെ പ്രത്യേകതകളിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. ബിരുദത്തിന് ജോയിൻ ചെയ്യുന്ന ഒരു കുട്ടിക്ക് പല രീതിയിലുള്ള മാർഗങ്ങൾ സ്വീകരിക്കാം. പ്രധാനമായും 3 തരത്തിലാണ് FIUGP പ്രോഗ്രാമുകളെ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. 1 3 ഇയർ UG ഡിഗ്രി, 2 4 ഇയർ UG ഡിഗ്രി ഹോണേഴ്സ്, 3 4 ഇയർ UG ഡിഗ്രി ഹോണേഴ്സ് വിത്ത് റിസർച്ച്. 4 വർഷ ഡിഗ്രി പ്രോഗ്രാമുകളാണെങ്കിൽ കൂടിയും ഒരു വിദ്യാർത്ഥിക്ക് തൻ്റെ പഠനം 3-ാം വർഷം അവസാനിപ്പിച്ച് ഡിഗ്രി നേടാനുള്ള അവസരം FIUGP ഒരുക്കുന്നു. അതുപോലെ 4 വർഷം പഠനം തുടരുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് ലഭിക്കുവാൻ പോകുന്നത് ഓണേഴ്സ് ഡിഗ്രി ആയിരിക്കും. 2 തരത്തിലുള്ള ഓണേഴ്സ് ഡിഗ്രിയാണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഓണേഴ്സ് ഡിഗ്രി ആൻഡ് സെക്കൻഡ് വൺ ഓണേഴ്സ് ഡിഗ്രി വിത്ത് റീസെർച്ച്. അപ്പോൾ റീസെർച്ച് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ ഡിഗ്രി ചെയ്യുമ്പോൾ തന്നെ റീസെർച്ചിനെ കുറിച്ച് പഠിക്കുവാനുള്ള അവസരം ലഭ്യമാണ്. 4 വർഷം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് കിട്ടുന്നത് ഓണേഴ്സ് ഡിഗ്രി ആയിരിക്കും. ആ വിദ്യാർത്ഥിക്ക് UGC നെറ്റ് എക്സാം, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് എഴുതാൻ പറ്റും. അതേപോലെ തന്നെ ഇതുവഴി ഡയറക്റ്റ് PhD-യിലോട്ടുള്ള പ്രവേശനവും നേടാൻ സാധിക്കും. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് അധികമായി വരുന്ന 1 വർഷം നിങ്ങൾക്ക് സേവ് ചെയ്യാനും സാധിക്കും. ഇനി നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പഠന വിഷയം നിങ്ങളുടെ കോളേജിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റ് കോളേജുകളിൽ നിന്നോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ ആ ഒരു വിഷയം പഠിക്കാനായിട്ട് സാധിക്കും. FIUGPയുടെ കരിക്കുലത്തെ പറ്റി പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും 3 തരത്തിലാണ് കോഴ്സസ് ഉള്ളത്. 1 ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ്, 2ാമത്തത് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ്, 3ാമത്തത് ഡിസിപ്ലിൻ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആഫ്റ്റർ സെക്കൻഡ് സെമസ്റ്റർ, അതായത് 1 വർഷം പൂർത്തിയാക്കുമ്പോൾ വിദ്യാർത്ഥിക്ക് വേണമെങ്കിൽ കെമിസ്ട്രിയെ മെയിൻ സബ്ജക്റ്റാക്കി മാറ്റാം. മൈനറിൽ നിന്ന് മേജറിലേക്ക് മാറ്റാനുള്ള അവസരം വിദ്യാർത്ഥിക്കുണ്ട്. ഇതാണ് FIUGP പ്രോഗ്രാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറയുന്നത്. ഒരു വിദ്യാർത്ഥി കോളേജിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ മൈനർ കോഴ്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡിസിപ്ലിനറി കോഴ്സ് എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം ജോയിൻ ചെയ്താൽ അതൊന്നും കൂടെ നല്ലതായിരിക്കും. നിലവിലുള്ള 3 വർഷ ഡിഗ്രി പ്രോഗ്രാമിന് 1 മെയിൻ സബ്ജക്റ്റും 2 കോംപ്ലിമെൻ്ററി സബ്ജക്ട്സുമാണ് കുട്ടികൾ പഠിക്കുന്നത്. എന്നാൽ 3 വർഷത്തിൽ നിന്നും 4 വർഷത്തിലോട്ട് വരുമ്പോൾ വിദ്യാർത്ഥിക്ക് പല രീതിയിലുള്ള മാർഗങ്ങൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഈ മാർഗങ്ങളെയാണ് അക്കാഡമിക് പാത്ത് വേ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, മേജർ വിത്ത് മൾട്ടിപ്പിൾ മൈനർ, അതായത് ഇവിടെ 1 മേജറും മൾട്ടിപ്പിൾ മൈനർ സബ്ജക്ട്സും പഠിക്കാനുള്ള അവസരമുണ്ട്. ഇവിടെ കൂടുതൽ ക്രെഡിറ്റ് പോയിന്റ്സ് കിട്ടുന്നത് മേജർ കോഴ്സിനായിരിക്കും. ദെൻ 2ാമത്തേത് സിംഗിൾ മേജർ. ഇവിടെ വരുമ്പോൾ 1 മേജറും 2 or more മൈനർ കോഴ്സസും എടുക്കാവുന്നതാണ്. 3rd വൺ സിംഗിൾ മേജർ വിത്ത് സിംഗിൾ മൈനർ. ഇവിടെയും കൂടുതൽ ക്രെഡിറ്റ് പോയിന്റ്സ് മേജർ കോഴ്സിനായിരിക്കും കിട്ടുക.
ദെൻ ഫോർത്ത് വൺ ഡബിൾ മേജർ. ഡബിൾ മേജറിൽ 50% ഫോർ ഫസ്റ്റ് മേജർ ആൻഡ് 40% ഫോർ സെക്കൻഡ് മേജർ എന്നുള്ള രീതിയിൽ കുട്ടികൾ ക്രെഡിറ്റ് പോയിന്റ്സ് നേടിയിരിക്കണം. അതേപോലെ തന്നെ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ക്രെഡിറ്റ് പോയിന്റിനെ അടിസ്ഥാനമാക്കിയായിരിക്കും അവർക്ക് ഡിഗ്രി ലഭിക്കുക. 3 വർഷം കൊണ്ട് നിങ്ങൾക്ക് 133 ക്രെഡിറ്റ് പോയിന്റ്സ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി നേടാനുള്ള അവസരമുണ്ട്. 4 വർഷം കൊണ്ട് നിങ്ങൾക്ക് 177 ക്രെഡിറ്റ് പോയിന്റ്സ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഓണേഴ്സ് ഡിഗ്രി ആയിരിക്കും. വിദ്യാർത്ഥികൾ ഓരോ കോഴ്സും തിരഞ്ഞെടുക്കുമ്പോഴും തങ്ങളുടെ താല്പര്യത്തിനും കഴിവിനും അനുസരിച്ചുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് FI UGPയുമായി ബന്ധപ്പെട്ട്